ആദ്യമായിട്ട് ഞാൻ ഒരു സീരീസ് ഒറ്റ സ്ട്രെച്ചിന് സ്കിപ്പ് ചെയ്യാതെ ഞാൻ ഇരുന്ന് കണ്ടു. ഈ അടുത്തായിട്ട് ജിയോ സ്റ്റാറിൽ റിലീസായ സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുമേഷ് നന്ദകുമാർ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അതിലും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ സീരീസിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ്. ആ ഒരു ഒറ്റ കോൺഫിഡൻസ് മാത്രം മതി നമുക്ക് ഇത് ധൈര്യമായിട്ടിരുന്ന് കാണാൻ. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സീരീസ്. കാരണം നമ്മളെ പിടിച്ചിരുത്തും. നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തൊക്കെയോ അതിനകത്തുണ്ട്. അത്രയും ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഒരു സൈക്കോളജിക്കൽ ഒരു മിസ്റ്ററി ത്രില്ലർ ടൈപ്പാണ്. കുറച്ച് സസ്പെൻസും കാര്യങ്ങളും അത്യാവശ്യം നല്ല നല്ല രീതിക്ക് എൻഗേജിങ് ആയിട്ടാണ് ആ സീരീസ് പോകുന്നത്. ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്ലിനാണ് മെയിൻ ക്യാരക്ടറായിട്ട് ഇതിൽ വരുന്നത്. റോസ്ലിന്റെ അച്ഛനും അമ്മയാണ് നമ്മുടെ വിനീതും മീര. അങ്ങനെ ഒന്ന് രണ്ട് കിടിലം നല്ല കാസ്റ്റിംഗ് ഉണ്ട്. റോസ്ലിനായിട്ട് അഭിനയിച്ചിരുന്ന കുട്ടിയാണ് നമ്മുടെ മൂത്തോൾ സിനിമയ്ക്കകത്ത് നല്ലൊരു ഗംഭീര പെർഫോമൻസ് ചെയ്ത ആ ഒരു പയ്യനായിട്ട് ഗംഭീര പെർഫോമൻസ് ചെയ്തൊരു അത് ഈ പെൺകുട്ടിയാണ്. അത് കണ്ട സമയം തൊട്ട് സ്ട്രൈക്ക് ആവുന്നുണ്ടായിരുന്നു ഈ ഫേസ് അവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് മൂത്തോ സിനിമയ്ക്കകത്ത് നല്ല റോൾ ചെയ്തൊരു ഈ കുട്ടിയാണ്. കാരണം അത്രയും ഗംഭീരമുള്ള പെർഫോമൻസ് ആണ് എല്ലാവരും. വിനീതിന്റെ ആവട്ടെ, വിനീതൊക്കെ പിന്നെ അറിയാമല്ലോ, അത്രയും ആ ഒരു പെർഫോമറാണ്, ബെസ്റ്റ് പെർഫോമറാണ്. ഭയങ്കര ഇഷ്ടമാണ് വിനീതിനെ. അത്രയും കിടില ഒരു പെർഫോമറാണ് വിനീത്. പിന്നെ മീരയൊക്കെ ഈ സീരീസിൻ്റെ അകത്തുണ്ടല്ലോ, അത്രയും ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ മീനെ കണ്ടിട്ടില്ല. അത്രയും കിടിലം പെർഫോമൻസ് ആണ്. പിന്നെ ഹക്കീം ഷാജഹാൻ, പുള്ളിക്കാരൻ തെളിയിച്ചുകൊണ്ടിരിക്കണം, ഓരോ പ്രോജക്ട്സിലും തെളിയിച്ചുകൊണ്ടിരിക്കണം അത്രയും നല്ലൊരു നടനാണെന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറാണ് ഹക്കീം ഷാജഹാൻ. ഓരോ സിനിമയ്ക്കകത്താവട്ടെ ഇപ്പൊ ഈ സീരീസിൽ അങ്ങനെ നല്ല നല്ല റോളുകൾ കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു എന്താ പറയുക ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ. അഭിനയിച്ച ഓരോരുത്തരും ചെറിയ റോള് അഭിനയിച്ചവർ പോലും അത്രയും നല്ല പെർഫോമൻസ് ആണ് ഈ സീരീസിൻ്റെ അകത്ത്. എന്തായാലും നിങ്ങൾ ഒറ്റ തവണ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ്. മിസ്സാക്കിയ ചെയ്യലുള്ളൂ. മെയിനായിട്ട് സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഷുവർ ഷോർട്ടായിട്ട് ഞാൻ പറയാം, ആരും പ്രഡിക്റ്റ് ചെയ്യില്ല ഇതിന്റെ ട്വിസ്റ്റ്. ഇതിന്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആരും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്രയും നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല നടക്കുന്നത്. ക്ലൈമാക്സ് അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റാണ് ആ സീരീസിൻ്റെ അകത്തുള്ളത്. അതൊക്കെ കണ്ട എക്സ്പീരിയൻസ് അറിയേണ്ടത് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു വാവ് ഫാക്ടർ, നമ്മൾ അത്ഭുതപ്പെടും, അത്രയും നമ്മൾ ഞെട്ടിപ്പോവും. ആ കണക്കുള്ളൊരു ട്രാക്ക് അങ്ങ് മാറുന്ന ഒരു സംഭവമുണ്ട്. ഇഡിലാണ്. പ്രത്യേകിച്ച് സ്പോയിലായിട്ടൊന്നും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. മസ്റ്റ് വാച്ച് ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സീരീസാണിത്. ഇതിലുള്ള എല്ലാ മ്യൂസിക് ആവട്ടെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും, നമ്മുടെ സിനിമാറ്റോഗ്രാഫി ആക്കട്ടെ, വീട്ടിൽ നല്ല സ്ഥലങ്ങളൊക്കെ, ആ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു വീടും പരിസരവും ആ ഒരു ഫാമും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസം. കാരണം അത്രയും നല്ല ക്വാളിറ്റി സ്റ്റഫ് സീരീസാണത്. അത്യാവശ്യം നല്ല സ്ലോ പേസ്റ്റിൽ പോകുന്ന ഒരു സീരീസാണ്. ആ ഒരു സീരീസിന്റെ മീൻസ് അത് ഡിമാൻഡ് ചെയ്യുന്ന പിന്നെ അത്യാവശ്യം കുറച്ച് സീൻസ് ഒക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. ഇടയ്ക്ക് ചില സീൻസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും അത് എപ്പോഴും കാണിക്കേണ്ട, എപ്പോഴും ഇത് വേണമെന്ന് നമുക്ക് തോന്നിപ്പോവും ചില സീൻസ് കാണുമ്പോൾ. പക്ഷെ അതൊന്നും ഈ സീരീസിനെ കാണുന്നതിന് ബാധിക്കുന്നില്ല. നിങ്ങൾ കാണുന്നതിനൊന്നും ബാധിക്കുന്ന ഒരു സംഭവമല്ല ഇത്. അതൊരു സീരീസിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ലോ പേസ്റ്റിലാണ് ഇത് പോകുന്നത്. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരീസ് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, അത്രയും ഇൻട്രസ്റ്റോടെ നമ്മളെ പിടിച്ചെടുത്തും. നിങ്ങൾ കണ്ടുനോക്കും. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യും. അപ്പം സീരീസ് നമ്മുടെ ജിയോ സ്റ്റാറിൻ്റെ അകത്ത് ഇപ്പോൾ OTT വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.